السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. നമ്മളൊക്കെ വളരെയധികം പ്രയാസങ്ങളിലൂടെ ഞെരുക്കങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഭൗതികമായ ലോകം അങ്ങനെയാണ്. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അവൻ അലട്ടിക്കൊണ്ടിരിക്കും. അത് ദുനിയാവ് അള്ളാഹു തആല അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അദ്ദുന്യ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. ദുനിയാവ് എന്നുള്ളത് മുഅ്മിനായ വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജയിലറ പോലെയാണ്. പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവൻ നേരിടേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോഴും റബ്ബിൻ്റെ തീരുമാനമാണെന്ന നിലക്ക് ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് സാധ്യമായാൽ അതുകൊണ്ട് നമുക്ക് ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെടാൻ സാധിക്കും. കാരണം വിശുദ്ധ ഖുർആൻ തന്നെയും പറഞ്ഞത് ക്ഷമിക്കുന്നവരോടുകൂടെയാണ് അല്ലാഹു തആലയുള്ളത്. ക്ഷമിക്കുന്നവർക്ക് വലിയ സന്തോഷമുണ്ട് തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമുക്കിടയിൽ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന, സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി ഒക്കെ വെല്ലുവിളികൾ നേരിടുന്ന എത്രയോ ആളുകളെ നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കും. അത്തരം ആളുകൾക്ക് നമ്മൾ സാന്ത്വനത്തിൻ്റെ വാക്കുകൾ, സാന്ത്വന പ്രവർത്തനങ്ങൾ, മാനസികമായി പ്രയാസപ്പെടുന്നവർക്ക് അവർക്കൊരു പുഞ്ചിരി ഉണ്ടെങ്കിലും അവരുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ തിരുനാളം കത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെയും നാളെ ആഖിറത്തിലെയും നമ്മുടെ എല്ലാ വിഷമങ്ങൾക്ക് പ്രയാസങ്ങൾക്കൊക്കെ കാരുണ്യവാനായ റബ്ബ് പരിഹാരം നൽകുമെന്ന് സയ്യിദുൽ വുജൂദ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ ചെറിയൊരു ഭാഗത്ത് കാണാം, വമൻ യസ്സറ അലാ മുഅ്സിരിൻ ഫിദ് ദുനിയ. ദുനിയാവിൽ ഞെരുക്കത്തിൽ കഴിയുന്ന, പ്രയാസം നേരിടുന്ന, വിഷമം അനുഭവിക്കുന്ന ഒരാളെ പ്രയാസത്തിൽ, ബുദ്ധിമുട്ടിൽ, വിഷമത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ വിഷമങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരം നമ്മൾ കാണിച്ചു കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ. അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിക്ക് അദ്ദേഹത്തിന് ദുനിയാവിലെയും പാരത്രികമായ ആഖിറത്തിലെയും എല്ലാ വിഷമങ്ങൾ, പ്രയാസങ്ങൾക്കൊക്കെ അല്ലാഹു പരിഹാരം കാണിച്ചു കൊടുക്കും, എളുപ്പം നൽകും, ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊടുക്കുമെന്ന് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് റബ്ബിൻ്റെ റിള ആഗ്രഹിച്ചുകൊണ്ട്, പാർഥികമായ ലോകത്ത് വിജയം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ജനങ്ങൾ എന്തോ പറയട്ടെ അതിലേക്കൊന്നും നമ്മൾ ചെവി കൊടുക്കാതെ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് രക്ഷപ്പെടണമെന്നൊരൊറ്റ ചിന്തയോടുകൂടെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ, സാമ്പത്തികമായിട്ടാവാം, ശാരീരികമായിട്ടാവാം, നല്ല വാക്കുകളെ കൊണ്ടാവാം, പുഞ്ചിരി കൊണ്ടാവാം, എങ്ങനെയാണോ നമ്മളൊക്കെ കൊണ്ട് കഴിയുന്നെങ്കിൽ ആ രൂപത്തിൽ സഹായിച്ച് റബ്ബിൻ്റെ റിള കരസ്ഥമാക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ ദുനിയാവിലെ പ്രയാസങ്ങൾക്ക് അല്ലാഹു ഹൈറായ പരിഹാരങ്ങൾ നമുക്ക് എളുപ്പമാക്കി തരും. അതിനേക്കാൾ ഉപരി പാരത്രികമായ ലോകത്തെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും റബ്ബ് ഹൈറായ പരിഹാരങ്ങൾ നമുക്ക് നൽകുമെന്നാണ് ഇത്തരം ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. കാരുണ്യവാനായ റബ്ബ് അവൻ്റെ മഹ്ള ഫള് കൊണ്ട് നമ്മുടെ എല്ലാ ശാരീരിക, മാനസിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളൊക്കെ നീക്കി സന്തോഷവും റാഹത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.